Hello everyone, welcome to TOS Academy. CSR UGC നെറ്റ് എക്സാം ജൂണിൽ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പ്രാവശ്യം എക്സാം എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സമയം മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അതിന് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസിനുള്ള പേടി പോവും. നമുക്ക് പല പല ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസിലുള്ള പേടി പോവും. നമുക്ക് എക്സാമിന് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. പിന്നെ കാര്യം, ഓരോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് ഒന്നുകൂടി തറവാക്കുകയാണ് ചെയ്യുന്നത്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റീകളക്ട് ചെയ്യുകയും റിവൈസ് ചെയ്യും. നമ്മൾ അങ്ങനെ ആ കൺസെപ്റ്റ് തറവാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സമയം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഇന്ന് ടോസ് അക്കാഡമിയിൽ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് പല യൂണിറ്റുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് എക്കോളജി പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Given below the survivorship curve showing the proportion of individuals surviving over time or age. Three generalized types of curves A, B, and C are below. Which are the following represent the correct survivorship curve for the given organisms? 3 ഓർഗാനിസം നമുക്ക് തന്നിട്ടുണ്ട്. എലിഫന്റ്സ്, ലിസാർഡ്സ്, ഓസ്റ്റിയസ്. ഇവയ്ക്ക് മൂന്നിനും ചേർന്ന സർവൈവർഷിപ്പ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് അവർ കറക്റ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കണ്ടെത്തണം. അപ്പൊ അതിന് നമുക്ക് സർവൈവർഷിപ്പിന് എന്താണെന്ന് നോക്കാം. സർവൈവർഷിപ്പ് കർവ്. അപ്പൊ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 മൂന്ന് ടൈപ്പ് സർവൈവർഷിപ്പ് കർവ് ആണുള്ളത്. ഫസ്റ്റ് ടൈപ്പ് 1 ആണ്. ഒരു കോൺവെക്സ് കർവ് ആണിത്. കാരണം ഈ ഫസ്റ്റ് കണ്ടോ, കോൺവെക്സ് കർവ്. ലേറ്റ് ലോസ് ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർലി ലോസ് വളരെ കുറവായിരിക്കും. ഇവർക്ക് പാരന്റൽ കെയർ വളരെ കൂടുതലായിരിക്കും. പ്രോജനിക്, കാരണം നമ്പർ ഓഫ് പ്രോജനീസ് വളരെ കുറവാണ്. അപ്പൊ പാരന്റൽ കെയർ വളരെ കൂടുതലായിരിക്കും. അപ്പം എയർലി ലോസ് വളരെ കുറവായിരിക്കും. പക്ഷെ ലേറ്റ് ലോസ് ആണ് കാണിക്കുക. ഹൈ സർവൈവർഷിപ്പ് ത്രൂ ഔട്ട് ദ ലൈഫ്. Majority reaches maturity. Typical of K-selected species are നമ്മൾ K-selected species ആണ് typical ആയിട്ടുള്ള ടൈപ്പ് 1 എന്ന് പറയുന്നത്. typical of K-selected species കാണുന്ന ടൈപ്പ് 1 കർവാണ്. അതുപോലെ തന്നെ എലിഫന്റ്സ്, ഹ്യൂമൻസ്, ആനിമൽ പ്ലാന്റ്സ് ഒക്കെയാണ് ഈ ടൈപ്പ് 1ന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്തതാണ് ടൈപ്പ് 2. ഇത് ഡയഗണൽ കർവാണ് കാണുന്നത്. സ്ട്രേറ്റ് ലൈൻ ഇൻ ബിറ്റ്വീൻ 1 and 3. അപ്പൊ കോൺസ്റ്റന്റ് ലോസ് ആണ് എല്ലാ ഏജിലും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓരോ ടൈമിലും ഇവരുടെ ലോസ് എന്തായാലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് പോവുക. ഇൻഡിപെൻഡന്റ് ഓഫ് ഏജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബേർഡ്സ്, റോഡൻസ്, ഹൈഡ്ര, പെർണിയൽ പ്ലാന്റ്സ് ഒക്കെയാണ് ഇവയുടെ എക്സാമ്പിൾസ്. ടൈപ്പ് 3 വരുന്നത് കോൺകേവ് കർവാണ്. എയർലി ലോസ് ആണ് കാണിക്കുന്നത്. കാരണം നമ്പർ ഓഫ് പ്രോജനീസ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ ലെസ് പാരന്റൽ കെയർ ആണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പൊ എയർലി ലോസ് വളരെ കൂടുതലാണ്. അപ്പൊ ലോ mortality after maturity. Typical are selected species ആണ് ഇതിന്റെ ഒരു ഇതിൽ മെജോറിറ്റി കാണിക്കുന്ന സെലക്ടഡ് സ്പീഷീസ് ആണ്. കൂടാതെ ഓസ്റ്റിയസ്, സ്മോൾ ഫിഷസ്, ട്രീസ് ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പം സെലക്ടഡ് സ്പീഷീസ് ആണ് ടിപ്പിക്കൽ നമുക്ക് ടൈപ്പ് 1 കാണിക്കുക. സെലക്ടഡ് സ്പീഷീസ് ടൈപ്പ് 3 ആണ് കാണിക്കുക. അപ്പൊ ഓരോന്നിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കണം, ഓരോന്റെ ഫീച്ചേഴ്സും ഓർത്ത് വെക്കണം. നമുക്ക് ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇപ്പൊ എലിഫന്റിന്റെ ഏതിന്റെ ഉദാഹരണം നേരത്തെ പറഞ്ഞ ഹ്യൂമൻസ്, എലിഫന്റ്സ് ഒക്കെ ടൈപ്പ് 1 ആണ്. അപ്പൊ ഇവിടെ എ ആണ് എലിഫന്റ്സ് വരിക. അപ്പൊ ഒറ്റ ഓപ്ഷനിൽ എലിഫന്റ്സ് ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. അടുത്ത ബി ആണ് ലിസാർഡ്സ്. ബേർഡ്സ്, ലിസാർഡ്സ്, ലോറൻസ്, ഹൈഡ്രപോൾ, പെർണിയൽ പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ഡയഗണൽ കർവായ ടൈപ്പ് 2 ആണ്. അപ്പം ബി ലിസാർഡ്സ് ആണ്. സി ഓസ്റ്റിയസ്, സ്മോൾ ഫിഷസ്, മറൈൻ ഇൻവെർട്രിപ്പേറ്റ്സ് ഒക്കെ വരുന്ന എന്തിലാണ്? സിയിലാണ്, ടൈപ്പ് 3യിലാണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബയോകെമിസ്ട്രി പാർട്ട് എന്നാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. The phi and psi values of beta strand composed of all D amino acid will mainly occupy which quadrant in the Ramachandran plot? D amino acid വെച്ചിട്ട് കമ്പോസ് ചെയ്ത് ബീറ്റ സ്ട്രാൻഡ് ഏത് രാമേന്ദ്രൻ പ്ലോട്ടിൽ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻലി നമ്മൾ രാമേന്ദ്രൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എൽ അമിനോ ആസിഡ് ആണ്. വളരെ റെയർ ആയിട്ട് മാത്രമേ ഡി അമിനോ ആസിഡ് പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് എൽ അമിനോ ആസിഡിന്റെ പ്ലോട്ട് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ബീറ്റ സ്ട്രാൻഡ് എവിടെയാണ്? അപ്പർ ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ് എവിടെയാണ്? അപ്പർ റൈറ്റ് ആണ്. ലോവർ ലെഫ്റ്റിൽ എന്താണ്? റൈറ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സും ആണ് ഉള്ളത്. അപ്പം
നമ്മുടെ ഡി അമിനോ ആസിഡിന്റെ കാര്യത്തിൽ എങ്ങനെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീറ്റാ സ്ട്രാൻഡ് നേരെ ഓപ്പോസിറ്റ്, ലോവർ റൈറ്റിലേക്കും റൈറ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ് അപ്പർ റൈറ്റിലേക്കും ലെഫ്റ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ് ലോവർ റൈറ്റിൽ ലെഫ്റ്റിലേക്കുമാണ് വരിക. നേരെ ഇപ്പം കാണിച്ചിരിക്കുന്നതിന്റെ ഇത് എല്ലാ അമിനോ ആസിഡ് ആണ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റീജിയനിലേക്കാണ് ഡി അമിനോ ആസിഡിന്റെ നമ്മുടെ സെക്കൻഡ് സ്ട്രക്ചർ ഒക്കെ പ്ലോട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ ചോദിച്ചത് എന്താണ്? ബീറ്റാ സ്ട്രാൻഡ് ആണ് ഡി അമിനോ ആസിഡ്. അപ്പം എവിടെയാണ് വരിക? ഇവിടെ ലോവർ റൈറ്റ് സൈഡിലാണ് ആൻസർ വരിക. ഇതാണ് ആൻസർ. ലോവർ റൈറ്റ് സൈഡിലാണ് ബീറ്റാ സ്ട്രാൻഡ് വരിക. അപ്പം ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ആൽഫ ഹെലിക്സ് ആണ് ചോദിച്ചിരിക്കുന്നെങ്കിലോ ഡി അമിനോ ആസിഡിന്റെ, അപ്പൊ ആൻസർ എന്താണ് വരിക? ലോവർ ലെഫ്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏത് സെക്കൻഡ് സ്ട്രക്ചർ ആണെന്ന് നോക്കുക, ഏത് അമിനോ ആസിഡിന്റെ കാര്യമാണ് ചോദിച്ചതെന്ന് നോക്കുക. അത് രണ്ടും നോക്കി എല്ലിന്റെ പ്ലോട്ട് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഡി ആ ചോദിക്കുന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആക്കി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പ്ലാന്റ് ഫിസിയോളജി എന്നാണ്. നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് പെപ് കാർബോക്സിലേസ് ഈസ് ഇൻകറക്റ്റ്? പെപ് കാർബോക്സിലിനെ കുറിച്ച് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. First one, during the day, C4-pep carboxylase is inactive, whereas CAM-pep carboxylase is active. ശരിയാണോ? ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. ഏത് ടൈമാണ്? ഡ്യൂറിങ് ദ ഡേ ടൈമിലെ കാര്യമാണ് അവർ പറയുന്നത്. C4 പ്ലാന്റിന്റെ പെപ് കാർബോക്സിലേസ് ഇനാക്റ്റീവ് ആണെന്നും കാമിന്റെ പെപ് കാർബോക്സിലേസ് ആക്റ്റീവ് ആണെന്നാണ് അവർ പറയുന്നത്. ശരി? അല്ല, ഒരിക്കലുമല്ല. C4 പ്ലാന്റ്സിൽ C4 സൈക്കിൾ, ഈ സൈക്കിൾ എപ്പോഴാണ് ആക്റ്റീവ്? ഡേ ടൈമിലാണ്. അപ്പൊ പെപ് കാർബോക്സിലേറ്റ് ആക്റ്റീവ് ഡേ ടൈമിലും കാം പ്ലാന്റ്സിൽ ഈ പെപ് കാർബോക്സിലേറ്റ് ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? നൈറ്റിലാണ്. ഡേ ടൈമിൽ അത് ഇനാക്റ്റീവ് ആണ്. നേരെ തല തിരിച്ചാണ് ഇവിടെ തന്നിരിച്ചിട്ടുള്ളത്. അപ്പം ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത്, പെപ് കാർബോക്സിലേസ് ഈസ് ഇനാക്ടിവേറ്റഡ് ബൈ ഡീഫോസ്ഫോറിലേഷൻ. ഈ ഒരു ഇമേജിലേക്ക് നോക്കൂ. ഇവിടെ നമുക്ക് കാണാം പെപ് കാർബോക്സിലേസ് കൈനേസ് ആണിത്. ഇത് പെപ് കാർബോക്സിലേസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ആക്ടിവേറ്റ് ആവുന്നു. അപ്പൊ ഇത് ആക്ടിവേറ്റ് സ്റ്റേജിലാണ് പെപ് കാർബോക്സിലേസ്. ആ ഒരു ഫോസ്ഫറ്റേസ് 2A വഴി റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇനാക്ടിവേറ്റിലേക്ക് ആവുന്നു. ഈ ഒരു സൈക്കിളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം കൈനേസും ഫോസ്ഫറ്റേസും ആണ് ഈ ഒരു പെപ് കാർബോക്സിലേസിന്റെ ആക്റ്റീവ് ഇനാക്റ്റീവ് ആക്കി മാറ്റുന്നത്. കൈനേസ് എൻസൈം എന്ത് ചെയ്യും? ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ആക്റ്റീവ് ആക്കും. ഫോസ്ഫറ്റേസ് ആ ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്ത് ഫോസ്ഫോറിലേഷൻ നടത്തി ഇനാക്ടിവേറ്റ് ആക്കുന്നു. അതിന്റെ കണ്ടീഷൻസ് ഒക്കെ C4 ഫോട്ടോസിന്തസിന്റെ കണ്ടീഷൻസും തന്നിട്ടുണ്ട്, കാം ഫോട്ടോസിന്തസിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. പെപ് കാർബോക്സിലേസ് is inactivated by dephosphorylation. ശരിയാണ്. പെപ് കാർബോക്സിലേസ് കൈനേസ് ഫോസ്ഫോറിലേറ്റ്സ് ബൈ ഫോസ്ഫോറിലേറ്റ് പെപ് കാർബോക്സിലേസ്. അതും ശരിയാണ്. അപ്പൊ അടുത്തത് എന്താണ്? ദ സിന്തസിസ് ഓഫ് പെപ് കാർബോക്സിലേസ് കൈനേസ് മോഡുലേറ്റഡ് ബൈ സർക്കാഡിൻ റിതം ഇൻ കാം പ്ലാന്റ്സ്. ശരിയാണ്. ഇവിടെ തന്നിട്ടുണ്ട് സർക്കാഡിൻ ഓസിലേറ്റർ, മറ്റു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കാം പ്ലാന്റ്സിൽ. ഇവയാണ് ഈ പെപ് കാർബോക്സിലെ കൈനേസിനെ ആക്ടിവേറ്റോ അല്ലെ ഇനാക്ടിവേറ്റ് ഒക്കെ ആക്കി മോഡുലേറ്റ് ചെയ്യുന്നത് സർക്കാഡിൻ റിതം ഇൻ കാം പ്ലാന്റ്സ്. വളരെ ശരിയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡെവലപ്മെന്റൽ ബയോളജി എന്നാണ്. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഡെവലപ്മെന്റ് ഓഫ് സീ അർച്ചിൻ വെർ പുട്ട് ഫോർത്ത്. സീ അർച്ചിൻ ഡെവലപ്മെന്റിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നതിൽ. ശരിയായ സ്റ്റേറ്റ്മെന്റുകളുള്ള ഏത് ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പം ദ സെൽ ഫേറ്റ്സ് ആർ ഡിറ്റർമൈൻഡ് ബോത്ത് ബൈ ഓട്ടോണോമസ് ആൻഡ് കണ്ടീഷണൽ മോഡ്സ് ഓഫ് സ്പെസിഫിക്കേഷൻ. ശരിയാണോ? ശരിയാണ്. സെൽ ഫേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് കണ്ടീഷണൽ സ്പെസിഫിക്കേഷനും ഉണ്ട്, ഓട്ടോണോമസ് മോഡ് ഓഫ് സ്പെസിഫിക്കേഷനും ഉണ്ട്. സീ അർച്ചിനിൽ 2 മോഡ്സ് ഓഫ് സ്പെസിഫിക്കേഷനും സെൽ ഫേറ്റും ഡിറ്റർമൈൻ ചെയ്യാൻ അത്യാവശ്യമാണ്.
Next one, large micromeres are conditionally specified. Absolutely wrong ആണ്. Large micromeres are autonomously specified. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? ലാർജ് മൈക്രോമീർസ് പ്രൊഡ്യൂസ് പാരാക്രൈൻ ആൻഡ് ജസ്ട്രാക്രൈൻ ഫാക്ടേഴ്സ് ദാറ്റ് സ്പെസിഫൈ ദ ഫേറ്റ്സ് ഓഫ് ദർ നൈബേഴ്സ്. ശരിയാണ്. ഈ ലാർജ് മൈക്രോമീർസ് ഓട്ടോണമസ്ലി സ്പെസിഫൈ ചെയ്തിട്ട് അവ എന്ത് ചെയ്യും? പാരാക്രൈൻ ജസ്ട്രാക്രൈൻ ഫാക്ടേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അടുത്തുള്ള സെല്ലിന്റെ ഫേറ്റ് ഒക്കെ സ്പെസിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം ഒന്ന് ശരിയാണ്, ഒന്നില്ലാത്തത് നമുക്ക് അത് ഡിസ്കാർഡ് ചെയ്യാം. 2 തെറ്റാണ്, ഇതും ഡിസ്കാർഡ് ചെയ്യാം. 3 ശരിയാണ്. ഈ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ലാസ്റ്റ് വൺ, സോറി, ഇത് ബീറ്റാ കാറ്റിൻ ആണ്. ബീറ്റാ കാറ്റിൻ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദി സ്പെസിഫിക്കേഷൻ ഓഫ് മൈക്രോമീർസ്. നോട്ടാണോ? ആവശ്യമില്ലേ? ബീറ്റാ കാറ്റിന് ആവശ്യമുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബീറ്റാ കാറ്റിന് മൈക്രോമീർസിൻ ഡെവലപ്മെന്റ് സ്പെസിഫിക്കേഷന് വേണ്ടി വളരെ അത്യാവശ്യമുള്ളൊരു ഫാക്ടറാണ്. അപ്പം നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ എ ഓപ്ഷൻ, ബി ആണ് ശരി. ബി ഓപ്ഷൻ ആണ് 1 and 3. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോളിക്കുലർ ബയോളജി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗിവൻ ബിലോ ദ 4 സെന്റൻസ് വിത്ത് ബ്ലാങ്ക്സ് ലേബിൾഡ് വിത്ത് Y, X, Y, Z and L. ഓരോ സെന്റൻസ് നോക്കാം. ഫസ്റ്റ് വൺ, RNA polymerase 1 transcribe X. mRNA genes are transcribed by I. The RNA polymerase found only in plants is Z. tRNAs are synthesized by N. അപ്പൊ നമുക്ക് അത് തന്നെ നമുക്ക് 3 RNA polymerase ഉണ്ട് മെയിൻ ആയിട്ട് യൂക്കാരിയോട്ടിൽ. അവയുടെ പ്രൊഡക്റ്റ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, RNA polymerase 1. ഓൾ യൂക്കാരിയോട്ടിൽ പ്രസന്റ് ആണ്. അവർ ട്രാൻസ്ക്രൈബ് ചെയ്ത ലാർജർ RNA ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. വലുതായിട്ടുള്ള RNA, റൈബോസോമൽ RNA. പോളിമറേസ് 2 ഓൾ യൂക്കാരിയോട്ടിൽ പ്രസന്റ് ആണ്. പ്രീ mRNA, സം snRNA, സ്നോ RNA, സം miRNA ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല, നല്ല തറവായിട്ട് പഠിക്കണം. അതാണ് ടേബിൾ ഞാൻ ക്വസ്റ്റ്യനോടെ കൊടുത്തത്. 3 എന്താണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്? tRNA, സ്മോൾ rRNA. മുകളിൽ ലാർജ് rRNA ആണെങ്കിൽ പോളിമറേസ് 3 സ്മോളർ rRNA ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടാതെ snRNA, miRNA കൂടി ഉണ്ട്. അപ്പൊ പ്ലാന്റ്സിൽ കാണുന്ന 2 ടൈപ്പ് പോളിമറേസ് ആണ്. പോളിമറേസ് 4 ഉം 5 ഉം. ചെയ്യുന്നത് 4 ചെയ്യുന്ന siRNA പ്രൊഡ്യൂസ് ചെയ്യും. 5 ചെയ്യുന്നത് RNA molecules taking part in heterochromatin formation. അപ്പൊ ഇവിടെ ലൊക്കേഷൻ ആണ് ഈ ടേബിളിലുള്ളത്. 1ന്റെ ലൊക്കേഷൻ എവിടെയാണ്? ന്യൂക്ലിയോളസ് ആണ്. ന്യൂക്ലിയോളസിലാണ് 1ന്റെ ലൊക്കേഷൻ വരുന്നത്. ബാക്കി 2ന്റെ ലൊക്കേഷൻ ന്യൂക്ലിയോപ്ലാസത്തിലാണ്. ഓർത്ത് വെക്കണം. ക്വസ്റ്റ്യൻസ് അതിലും അങ്ങനെയും വരാം. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. RNA polymerase 1 ട്രാൻസ്ക്രൈബ്. 1 എന്തിനാണ് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ തന്നിരിക്കുന്ന ഓപ്ഷനിലോട്ട് നോക്കാം. mRNA ആണോ? അല്ല. tRNA അല്ല. 5s rRNA ഉണ്ട്, 18s rRNA. രണ്ടിനും ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ഓപ്ഷനോട് തന്നിരിക്കുന്നത് ശരിയാന്ന് നോക്കാം. അപ്പൊ ഇത് രണ്ടും ഡിസ്കാർഡ് ചെയ്യാം. എയും ബിയും. അപ്പൊ ഈ രണ്ടുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ mRNA genes are transcribed by. mRNA ആരാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്? നമ്മളിവിടെ പഠിച്ചിരുന്നല്ലോ. mRNA ആണ് പോളിമറേസ് 3 ഉണ്ട്, 2 ഉണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ 2 തന്നിട്ടുണ്ട്, 4 ആണ്. 4 പ്ലാന്റ്സ് കാണുന്നതാണ് ഈ ഓപ്ഷൻ. നമുക്ക് ഇപ്പൊ തന്നെ ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് 45s rRNA ആണ്. Y എന്ന് പറയുന്നത് പോളിമറേസ് 2 ആണ് mRNA ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്തത് C ആണ്. ദ DNA polymerase only found in plants is Z. എന്താണ്? ശരിയാണ്. പോളിമറേസ് 4 ഉം 5 ആണ്. ഇവിടെ ഓപ്ഷനിൽ 5 ഉണ്ട്. അപ്പൊ ഇതും ശരിയാണ്. ഈ tRNAs are synthesized by polymerase 2. tRNA പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പോളിമറേസ് 2 ആണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം ഇതിന്റെ കൂടെ. അപ്പം ഈ 2 ടേബിൾസ് ഒന്ന് ഓർത്ത് വെക്കണം, പഠിക്കുക. മാറിപ്പോകാൻ പാടില്ല. പ്രധാനമായിട്ട് ഓർത്ത് വെക്കണം ലാർജർ rRNA, ഇത് mRNA, 3 tRNA ആൻഡ് സ്മോളർ rRNA. ഇത് 2 പ്ലാന്റ്സിൽ കാണുന്നതാണ്. അത് ഓർത്ത് വെക്കണം. ക്വസ്റ്റ്യൻസ് അങ്ങനെയും വരാം.
അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ക്യാൻസർ ബയോളജി എന്നാണ്. നമുക്ക് നോക്കാം. ഇൻ സി എലഗൻസ് ആക്ടിവേഷൻ ഓഫ് ദി KET3 and KET4 proteins are essential for the apoptosis pathway. In addition, gain of function mutation in the KET9 gene causes its protein to be made in cell that would normally die, resulting in survival of those cells. Given these factors, which one of the following diagrams correctly represent a cell death pathway? തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇമേജസിൽ ഏതാണ് സെൽ ഡെത്തിന്റെ അല്ലെ അപ്പോപ്റ്റോസിസ് പാത്വേയുടെ കറക്റ്റ് ഡയഗ്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് KET3യും KET4ഉം പ്രോ അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ ആണെന്നും KET9 ഒരു ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ ആണെന്നും മനസ്സിലാക്കാം അല്ലെ. KET9ഉം KET3യും എസെൻഷ്യൽ അപ്പോപ്റ്റോസിസ് പാത്വേ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിൻ ഓഫ് ഫങ്ഷൻ മ്യൂട്ടേഷൻ ആണ് KET9 സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അപ്പോപ്റ്റോസിസ് നടക്കില്ല, സെല്ല് സർവൈവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു ആന്റി അപ്പോപ്റ്റോട്ടിക് ഫാക്ടർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിവിടെ നോക്കൂ. ഈ KET9 എങ്ങനെയാണ് KET4നെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? അതിന്റെ സർഫസിൽ ബൈൻഡ് ചെയ്ത് വെക്കുവാണ്. ഈ KET4 റിലീസായാൽ മാത്രമേ KET3നെ ആക്ടിവേറ്റ് ആക്കി അപ്പോപ്റ്റോസിസ് നടക്കുകയുള്ളൂ. അപ്പൊ KET9 എന്ത് ചെയ്യും? KET4നെ ഇൻഹിബിറ്റ് ചെയ്ത മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനോടെ ഇൻഹിബിറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അവിടേക്കൊരു ഡെത്ത് ഇനീഷ്യേറ്റർ സിഗ്നൽ അല്ലെ ഇനീഷ്യേറ്റർ ഫാക്ടർ EGL1 പോലത്തെ വന്ന് എന്ത് ചെയ്യുന്നു? ഈ KET9 മുകളിൽ ബൈൻഡ് ചെയ്യുന്നു. EGL1 ഡെത്ത് ഇനീഷ്യേറ്റർ ആണ് EGL1 എന്ന് പറയുന്നത്. അത് KET9 ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷൻ ചേഞ്ച് എവിടെ സംഭവിക്കും? KET9 മുകളിൽ സംഭവിക്കും. ആ കൺഫർമേഷൻ ചേഞ്ച് നടക്കുന്ന വഴി KET4 റിലീസ് ആവുന്നു. KET4 റിലീസ് ചെയ്ത് ട്രാൻസ്ക്രിപ്റ്റേറ്റ് ചെയ്ത് പെരിന്യൂക്ലിയർ മെംബ്രെയിനിലേക്കൊക്കെ മാറുന്നു. അവിടെ അതിന്റെ ഒളിഗോമറൈസേഷൻ വേറൊരു KET4 കമ്പൈൻ ചെയ്ത് ഒളിഗോമറൈസേഷൻ നടക്കുന്നു. അങ്ങനെ ഒളിഗോമറൈസേഷൻ നടന്ന ശേഷം KET3നെ ബൈൻഡ് ചെയ്യുന്നു. KET3 വന്ന് ഇതിന്റെ മുകളിൽ ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ഇത് ആക്റ്റീവ് ഫോമിലാവും. ആക്റ്റീവായ KET3 പ്രോട്ടിയേസ് ആണിത്. നമ്മുടെ കാസ്പേസ് പോലുള്ള പ്രോട്ടിയേസ് ഫോമിലായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം KET9 ഇവിടെ ആക്ടിവേറ്റ് ആണെങ്കിൽ KET4 റിലീസ് ആവത്തില്ല. EGL1 വന്നിട്ട് ഇതിനെ KET9 ഇൻഹിബിറ്റ് ചെയ്യുന്നതോടെയാണ് KET4 റിലീസായി KET3നെ ആക്ടിവേറ്റ് ആയി അവർക്ക് അപ്പോപ്റ്റോസിസിലേക്ക് മാറാൻ പറ്റുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ഓരോ ഇമേജ് നമുക്ക് നോക്കാം. EGL1 help to activate KET4 അല്ല KET9 ആണ് അവ ബൈൻഡ് ചെയ്യുന്നത്. അപ്പം ഇത് തെറ്റാണ്. ഈ ഇമേജ് തെറ്റാണ്. EGL1 KET3 ആണോ? അല്ല. CD4 ഡയറക്ട്ലി EGL1 നോ, സ്ട്രിക്ട്ലി റോങ് ആണ്. Then EGL1 death initiator inhibit the KET9 ശരിയാണ്. KET9 ഇൻഹിബിറ്റ് ചെയ്യുന്ന ആരെയാണ്? KET4നെ അല്ലെ. KET4നെ ആരാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? KET9. KET4 ആരെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? KET3നെ. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഇമേജ്. ഇവിടെ EGL1 KET9നെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇത് ഇൻഹിബിറ്റ് ആവുന്നതോടെ KET4 റിലീസ് ആയിട്ട് KET3 ആയിട്ട് ബൈൻഡ് ചെയ്ത് അപ്പോപ്റ്റോസിസ് നടക്കുന്നു. നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. EGL1 ഡെത്ത് ഇനീഷ്യേറ്റർ വന്ന് KET9നെ ബൈൻഡ് ചെയ്ത് ഒരു കൺഫർമേഷൻ ചേഞ്ച് നടക്കും. അപ്പോൾ KET4 റിലീസ് ആവും. KET4 റിലീസ് ആവുന്നതോടെ KET3 ആയിട്ട് ബൈൻഡ് ചെയ്ത് അവർ ആക്റ്റീവ് ഫോം ആയിട്ട് മാറുന്നു. കാസ്പേസ് പോലെ. അങ്ങനെ അപ്പോപ്റ്റോസിസ് പാത്വേ നടക്കുന്നു. അപ്പൊ ഇതിലിപ്പം ഗെയിൻ ഓഫ് ഫങ്ഷൻ ഓഫ് KET3 ആണെങ്കിൽ പറഞ്ഞു അവിടെ എന്ത് നടക്കില്ല? അപ്പോപ്റ്റോസിസ് നടക്കില്ല. കാരണം എന്താ? ഇത് ആക്ടിവേറ്റ് ആവണം. മ്യൂട്ടേഷൻ നടന്ന ഇതിന്റെ ഫങ്ഷൻ മ്യൂട്ടേഷൻ ഗെയിൻ ഓഫ് ഫങ്ഷൻ ആണ്. അപ്പം ഇതിനെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ റിലീസ് ആവത്തില്ല. അപ്പൊ അപ്പോപ്റ്റോസിസ് നടക്കില്ല. ലോസ് ഓഫ് ഫങ്ഷൻ KET9 ആണെങ്കിലോ എന്താ പറയാ, നമുക്ക് ഭയങ്കര എക്സസീവ് ആയിട്ട് സെൽ ഡെത്ത് സംഭവിക്കും. അൺകൺട്രോൾ ആയിട്ട് സെൽ ഡെത്ത് സംഭവിക്കും. അതുപോലെ തന്നെ KET3ക്കാണ് ഗെയിൻ ഓഫ് ഫങ്ഷൻ നടക്കുന്നെങ്കിൽ അവിടെ എക്സസീവ് ആയിട്ട് ഇത് നടക്കും, അപ്പോപ്റ്റോസിസ് നടക്കും. ലോസ് ഓഫ് ഫങ്ഷൻ ആണെങ്കിൽ അപ്പോപ്റ്റോസിസ് നടക്കത്തില്ല. മനസ്സിലായല്ലോ? അപ്പോപ്റ്റോസിസിന്റെ കാര്യത്തില് ഇങ്ങനെയൊക്കെ നമ്മുടെ
മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് ഏതാണ് അപ്പോട്ടോസിസിനെ സഹായിക്കുന്നതും ഏതാണ് അപ്പോട്ടോസിസിനെ സഹായിക്കാത്തതെന്നും ആദ്യം മനസ്സിലാക്കുക. അത് വെച്ചിട്ട് തന്നിരിക്കുന്ന മ്യൂട്ടേഷനൊക്കെ കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്ത് ആൻസറിലേക്ക് വരിക. വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കുന്നത്. നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് കാണുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരിക്കും. അതൊന്ന് അനലൈസ് ചെയ്താൽ മാത്രം 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിച്ച് തന്നിരിക്കുന്ന കാര്യം നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് തന്നിരിക്കുന്നത്, എന്താണ് കറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇതാ ഒന്ന് എല്ലാവരും വായിച്ചു പോവുക. ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഈ നമ്മുടെ ഫംഗ്ഷന്റെ കാര്യത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആനിമൽ ഫിസിയോളജി എന്നാണ്. നമുക്ക് നോക്കാം. അണ്ടർ ഫിസിയോളജിക്കൽ കണ്ടീഷൻ oxygen is binding to deoxyhemoglobin and deoxymyoglobin. Binding curve and its pH dependence respectively are. അപ്പം ഓക്സിജൻ ബൈൻഡിങ് ടു നമ്മുടെ ഡിയോക്സി ഹെമോഗ്ലോബിനിലും ഡിയോക്സി മയോഗ്ലോബിനിലും ഓക്സിജൻ ബൈൻഡിങ്ങിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആ ബൈൻഡിങ് കർവ് എങ്ങനെയാണെന്നും ആ ബൈൻഡിങ് പി എച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഈ കർവ് നോക്കൂ, ഇത് ഹിമോഗ്ലോബിന്റെ കർവാണ്. കർവിന്റെ ഷേപ്പ് എന്താ? ഒരു മോഡൽ കർവാണ് ഹിമോഗ്ലോബിൻ. നമ്മുടെ ഡിയോക്സി ഹീമോഗ്ലോബിൻ ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്ന കർവ് അങ്ങനെ ഒരു സിഗ്മോയിഡൽ കർവാണ്. അപ്പം ബൈൻഡിങ് അഫിനിറ്റി കൂടുതൽ കാണുകയാണെങ്കിൽ ഈ കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവും. കുറയാണ് ഡിക്രീസ്ഡ് അഫിനിറ്റി ആണെങ്കിൽ മുമ്പോട്ട് മീൻസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇതിനെ ഇൻക്രീസ് ചെയ്യാനുള്ള അഫിനിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് CO2. പാർഷ്യൽ പ്രഷർ CO2ന്റെ പാർഷ്യൽ പ്രഷർ കുറയണം, H+ കുറയണം, 2,3 DPGന്റെ അളവും കുറയണം, ടെമ്പറേച്ചറും കുറയണം. എന്നാൽ മാത്രമേ ഈ ഒരു അഫിനിറ്റി കൂടുതൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സിഗ്മോയ്ഡൽ കർവ് എങ്ങോട്ട് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യുന്ന എങ്ങോട്ട്? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലും ഈ പാർഷ്യൽ CO2ന്റെ പാർഷ്യൽ പ്രഷർ കൂടുകയും H+ന്റെ അളവ് കൂടുകയും ചെയ്യുന്ന വെച്ചിട്ട് എന്തായാലും pH കുറയുകയാണ് ചെയ്യുന്നത്. pH കുറയുകയും ചെയ്തിട്ട് 2,3 DPG എന്ന അതിന്റെ കോമ്പൗണ്ട് കൂടുകയും ചെയ്യുകയും ടെമ്പറേച്ചർ കൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അഫിനിറ്റി കുറഞ്ഞ് കർവ് എന്ത് ചെയ്യും? റൈറ്റിലേക്ക് മൂവ് ചെയ്യും. റൈറ്റ് ഷിഫ്റ്റ് ആണ് നടക്കുക. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കാം ഈ ഹീമോഗ്ലോബിന്റെ കാര്യത്തിൽ അതിന്റെ കർവ് എങ്ങനെയാണ്? സിഗ്മോയ്ഡൽ കർവാണ്. അപ്പൊ ഫസ്റ്റ് സിഗ്മോയ്ഡൽ കർവുള്ളതൊക്കെ നമുക്ക് നോക്കാം, ഇതൊക്കെ ഒഴിവാക്കാം. സിഗ്മോയ്ഡൽ കർവാണ്. ഇവിടെ നോക്കൂ, pH ഡിപ്പെൻഡന്റ് അല്ലേ? H+ന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫിനിറ്റി കൂടും, കൂടിയിട്ടുണ്ടെങ്കിൽ pH കൂടിയിട്ടുണ്ടെങ്കിൽ അഫിനിറ്റി കുറയും. അപ്പൊ pH ഡിപ്പെൻഡന്റ് ആണ്. ഇവിടെ pH ഇൻഡിപെൻഡന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. പക്ഷെ മയോഗ്ലോബിന്റെ കേസിൽ ഹൈപ്പർബോളിക് ആണ് നമ്മുടെ കർവിന്റെ ഷേപ്പ്. കൂടാതെ അത് ഇൻഡിപെൻഡന്റ് ആണ്, pH ഇൻഡിപെൻഡന്റ് ആണ്. മയോഗ്ലോബിന്റെ കേസിൽ ഓക്സിജൻ ബൈൻഡിങ്. അപ്പൊ ഓർത്ത് വെക്കേണ്ട എന്തൊക്കെയാണ്? ഹിമോഗ്ലോബിൻ ഡിയോക്സി ഹിമോഗ്ലോബിന് ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്? അഫിനിറ്റി കൂടാനുള്ള കണ്ടീഷന് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ പ്രഷർ CO2 കുറയണം, എല്ലാം കുറയാണ് വേണ്ട. H+ കുറയണം. H+ കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ pH കൂടി എന്നാണ് അർത്ഥം, pH ഹയർ ആണ്. പിന്നെ 2,3 DPG ഫാക്ടറിന്റെ എല്ലാ ഒരു കോമ്പൗണ്ടിന്റെ അളവ് കുറയണം, ടെമ്പറേച്ചറും കുറയണം. പിന്നെ അഫിനിറ്റി കുറയുകയാണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്തൊക്കെയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് CO2ന്റെ അളവ് കൂടണം, H+ന്റെ അളവ് കൂടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ pH കുറയണം, 2,3 DPG കോമ്പൗണ്ടിന്റെ അളവ് കൂടണം, ടെമ്പറേച്ചറും കൂടണം. ഇതൊരു സിഗ്മോയ്ഡൽ കർവാണ്, pH ഡിപ്പെൻഡന്റ് ആണ്. മയോഗ്ലോബിൻ എന്താണ്? ഹൈപ്പർബോളിക് ആണ് കർവ് വരുന്നത്, pH ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എവല്യൂഷൻ എന്നാണ്. എവിടെയാണ്? എവല്യൂഷൻ ഏരിയ എന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഫോളോയിങ് ഡയഗ്രാംസ് റെപ്രസെന്റ് വാരിയസ് വേസ് ഇൻ വിച്ച് ക്യാരക്ടർ മേ ഇവോൾവ്. Following diagrams represent various ways in which a character may evolve. 3 ഡയഗ്രാം തന്നിട്ടുണ്ട്. Which one of the following is correct definition for the character evolution pattern shown above?
അപ്പൊ എവല്യൂഷൻ ആണല്ലോ. അപ്പൊ എവല്യൂഷന്റെ ക്യാരക്ടർ ഒക്കെ എവോൾവ് ചെയ്തിരിക്കുന്നതിന്റെ 3 ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ താഴെ നമുക്ക് ഓപ്ഷനിൽ ഡെഫിനിഷനും ഉണ്ട്. അപ്പൊ ഇമേജും ഡെഫിനിഷനും മാച്ച് ആയിട്ടുള്ള ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ആൻസിസ്റ്റർ ട്രേറ്റിന്റെ ഇതാണ് റൗണ്ടില്, വേറെ ഷെയ്ഡിങ് ഒന്നുമില്ല. ഡിറൈവ്ഡ് ട്രേറ്റ് എങ്ങനെയാണ്? ബ്ലാക്ക് കളറിലാണ്. അത് വെച്ചിനി ഇവിടെ നമുക്ക് നോക്കാം. എന്താണ് അപ്പോമോർഫിയിൽ കാണുന്നത്? ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്, അത് കഴിഞ്ഞൊരു ആൻസിസ്റ്റർ വന്നു. പക്ഷെ ആൻസിസ്റ്ററിലുള്ള ട്രേറ്റ് ഒന്നുമല്ല കാണുന്നത്, പുതിയതായിട്ട് ഡിറൈവ് ചെയ്ത ട്രേറ്റ്സ് ആണ് ഈ ടാക്സോണിൽ കാണുന്നത്. ഇതാണ് അപ്പോമോർഫി എന്ന് പറയുന്നത്. അപ്പോമോർഫി എന്നാണ് യുണീക് ഫ്രം ആൻസിസ്റ്റർ. ആൻസിസ്റ്ററിന് വ്യത്യസ്തമായിട്ട് പുതിയ സ്വഭാവം ക്യാരക്ടേഴ്സ് ഇവോൾവ് ചെയ്യുക, അതാണ് അപ്പോമോർഫി. ഇനി എന്താ പ്ലീസോമോർഫി? പ്ലീസോമോർഫി നേരെ ഓപ്പോസിറ്റ് ദി അപ്പോമോർഫി വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസിസ്റ്ററിന്റെ അതേ ക്യാരക്ടേഴ്സ് ഇവോൾവ് ചെയ്യുക, അതാണ് പ്ലീസോമോർഫി. നെക്സ്റ്റ് ഓട്ടോ അപ്പോമോർഫി. അപ്പോമോർഫി എന്ന് നമുക്കറിയാം, ആൻസിസ്റ്ററിന്റെ ക്യാരക്ടർ ഒന്നും ഉണ്ടാവില്ല, പുതിയതായിട്ട് വരുന്ന ക്യാരക്ടർ ആയിരിക്കും. ഓട്ടോ അപ്പോമോർഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ ടാക്സോണിലേക്ക് മാത്രം കാണാം, യൂണിക് ടു ടാക്സോൺ. ഇവിടെ 2 എണ്ണത്തിലുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒരൊറ്റ ടാക്സോണിലേക്ക് പുതിയ ക്യാരക്ടർ ഇവോൾവ് ചെയ്ത് വരിക, അതാണ് ഓട്ടോ അപ്പോമോർഫി. അടുത്താണ് സിൻ അപ്പോമോർഫി. സിൻ അപ്പോമോർഫി എന്ന് വെച്ചിട്ട് എന്താണ്? ഫ്രം റീസെന്റ് ആൻസിസ്റ്റർ ക്യാരക്ടർ ഈസ് ഷെയർഡ്. റീസെന്റ് ആയിട്ടുള്ള ആൻസിസ്റ്റർ ഉണ്ടാവല്ലോ, ഈ 2 എണ്ണത്തിന്റെ റീസെന്റ് ആയിട്ടുള്ള ആൻസിസ്റ്റർ ഇതാണ്. ആ റീസെന്റ് ആയിട്ടുള്ള ആൻസിസ്റ്ററിന്റെ സ്വഭാവം ഷെയർ ചെയ്യുക, അതാണ് സിൻ അപ്പോമോർഫി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഹോമോപ്ലാസി എന്താണ്? ഹോമോപ്ലാസി ഷെയർഡ് ക്യാരക്ടർ നോട്ട് ചെയ്യുന്ന കോമൺ ആൻസിസ്റ്റർ. ഇവിടെ 2 ക്യാരക്ടർ സെയിം ആണെന്ന് കാണാം, നമുക്ക് ഡെറിവ് ചെയ്ത് വന്നെ, പക്ഷെ അത് കോമൺ ആൻസിസ്റ്റർ ആണ് ഇവരുടെ. ഇതൊരു കോമൺ ആൻസിസ്റ്റർ ആണ്, ഇതിന്റെയും കോമൺ ആൻസിസ്റ്റർ ആണ്. ഇതാണ് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇല്ല. അങ്ങനെ ഷെയർഡ് ക്യാരക്ടർ നോട്ട് സീൻ ഇൻ കോമൺ ആൻസിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്ത ക്യാരക്ടർ ആൻസിസ്റ്ററിൽ കാണുന്നുണ്ടാവില്ല, അതാണ് ഹോമോപ്ലാസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഇവിടെ നോക്കൂ, റീസെന്റ് ആയിട്ടുള്ള ആൻസിസ്റ്ററിന്റെ ക്യാരക്ടർ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഏതായിരുന്നു പഠിച്ചത്? നേരത്തെ ഇപ്പം പറഞ്ഞു. ഇതെവിടെ നോക്കൂ, സിൻ അപ്പോമോർഫി ആണത്. സിൻ അപ്പോമോർഫിയിലാണ് റീസെന്റ് ആൻസിസ്റ്ററിന്റെ ക്യാരക്ടർ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ നമുക്ക് നോക്കാം. എ സിൻ അപ്പോമോർഫി, 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം എയും ബിയും ഒഴിവാക്കാം. അപ്പം അടുത്ത് നോക്കാം. ഇനി അടുത്തേക്ക് നോക്കൂ, ഇവിടെ ഈ ഒരു ക്യാരക്ടറും ഷെയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കോമൺ ആൻസിസ്റ്റർ കാണുന്നില്ല. അത് ഏതായിരുന്നു പഠിച്ചത്? ഇവിടെ നോക്കൂ, ഹോമോപ്ലാസി. ഹോമോപ്ലാസി മീൻ ഷെയർഡ് ക്യാരക്ടർ നോട്ട് സീൻ ഇൻ കോമൺ ആൻസിസ്റ്റർ. കോമൺ ആൻസിസ്റ്ററിൽ കാണാത്ത ക്യാരക്ടർ ഷെയർ ചെയ്യുക, അതാണ് ഹോമോപ്ലാസി. അപ്പൊ ബി എന്താണ്? ഹോമോപ്ലാസി ആണ്. അപ്പൊ ഇവിടെ ഓട്ടോ അപ്പോമോർഫി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പം ഡി ആണ് ആൻസർ. ഇവിടെ സിൻ അപ്പോമോർഫി ഉണ്ട്, ഹോമോപ്ലാസി. ഇനി അടുത്താണ് ഓട്ടോ അപ്പോമോർഫി. ഒറ്റ ടാക്സോണിലേക്ക് മാത്രം ഉണ്ടാവുക, യൂണിക് ടു ടാക്സോൺ. നമ്മുടെ ഡിറൈവ് ചെയ്ത ക്യാരക്ടർ ഒറ്റ ടാക്സോണിൽ മാത്രം കാണിക്കുക, അത് മറ്റ് ആൻസിസ്റ്ററിലും ഇല്ല, അതിന്റെ കൂടെ വന്ന ടാക്സോണിലും ഇല്ല, ഒറ്റ ടാക്സോണിൽ മാത്രം കാണിക്കുന്നതാണ് ഓട്ടോ അപ്പോമോർഫി. ഒറ്റയ്ക്ക് കാണിക്കുക. മനസ്സിലായാലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോക്കി പഠിക്ക്, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സെൽ സിഗ്നലിൽ നിന്നാണ്. Localized increase in the cytosolic level of free calcium ions are critical to its function as second messenger. Calmodin, a small cytosolic protein, mediates many cellular effects of calcium ions. Which of the following is not correct for the calcium-calmodin interaction? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കാൽസ്യം കാൽമോണിൻ ഇന്ററാക്ഷന്റെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ചെയ്യണം, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ നമുക്ക് നോക്കാം. Each calmodin molecule binds 6 calcium ions in a cooperative fashion.
ശരിയാണോ? ഇവിടെ നോക്കും, ഇത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാൽമോഡിനാണ്. അപ്പൊ സൈറ്റോസോളില് നമ്മൾ കാൽസ്യത്തിന് അയോൺ കൂടുമ്പോൾ ഈ കാൽസ്യം എന്ത് ചെയ്യും? നമ്മുടെ കാൽമോഡിനിൽ ബൈൻഡ് ചെയ്യും. എത്ര എണ്ണമാണ്? 4 കാൽസ്യം അയോൺസ്, 4 കാൽസ്യം അയോൺസ് ആണ് കാൽമോഡിനിൽ ബൈൻഡ് ചെയ്യുന്നത്. ഇവിടെ എത്ര എണ്ണം പറഞ്ഞിരിക്കുന്നത്? 6. അപ്പൊ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു, ബാക്കി കാര്യം നമുക്ക് നോക്കാം. Binding of calcium ion causes calmodin to undergo a conformational change leading to active calmodin. ശരിയാണ്, കണ്ടോ? ഇത് ബൈൻഡ് ചെയ്യുന്നതോടെ ഒരു കൺഫർമേഷൻ ചേഞ്ച് കാൽമോഡിൻ സംഭവിച്ച് അത് ആക്ടിവേറ്റ് ആവുന്നു. അത് പിന്നെ മറ്റു എൻസൈമുകളൊക്കെ ആക്ടിവേറ്റ് ആക്കുന്നു. പിന്നെ സിൻസ് ബൈൻഡിങ് ഓഫ് കാൽസ്യം അയോൺ ഇസ് കോപ്പറേറ്റീവ്, എ സ്മോൾ ചേഞ്ചിങ് ലെവൽ ഓഫ് സൈറ്റോസോളിക് കാൽസ്യം ലീഡ്സ് ടു ലാർജ് ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്റ്റീവ് കാൽമോഡിൻ. ചെറിയൊരു ലെവല് ചേഞ്ചസ് മതി സൈറ്റോസോളിൽ കാൽസ്യം, അത് ആക്റ്റീവ് ആയിട്ടുള്ള കാൽമോഡിനിൽ എന്ത് ചെയ്യും? ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അടുത്താണ് വൺ ഓഫ് ദ മെനി എൻസൈം ആക്ടിവേറ്റഡ് ബൈ കാൽസ്യം കാൽമോഡിൻ. കാൽസ്യം കാൽമോഡിൻ ആക്ടിവേറ്റ് ആവുന്നതോടെ ഒരുപാട് എൻസൈം അവ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതിലൊന്നാണ് CAMP ഫോസ്ഫോഡൈഎസ്റ്ററേസ്. ഇവ എന്താണ് ചെയ്യുന്നത്? ഡീഗ്രേഡ് ദ CAMP ആൻഡ് ലിങ്ക്സ് ടു കാൽസ്യം അയോൺ ആൻഡ് CAMP സിഗ്നലിംഗ്. ഈ സിഗ്നലിംഗ് നടക്കും. നമ്മുടെ കാൽസ്യം കാൽമോണിൻ എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സ് എന്ത് ചെയ്യും? വേറെ ഒരുപാട് എൻസൈമുകൾ ആക്ടിവേറ്റ് ചെയ്യും. അതിലൊന്നാണ് CAMP ഫോസ്ഫോഡൈഎസ്റ്ററേസ്. ഇതെന്ത് ചെയ്യും? CAMP-നെ ഡീഗ്രേഡ് ചെയ്ത് കാൽസ്യം CAMP സിഗ്നൽ നടത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് റോങ്. ഇവിടെ 4 ആയിരുന്നെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റും ശരിയായിരുന്നു. മനസ്സിലായല്ലോ? അടുത്ത നമുക്ക് മെത്തേഡ്സ് ഇൻ ബയോളജിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാക്ട്സ് എക്സ്പ്ലെയിൻഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ചില ഒരു ഫ്ലോ സൈറ്റോമെട്രി ആണ്, വൺ ടൈപ്പ് ഓഫ് ഫ്ലോ സൈറ്റോമെട്രി. ഇതെങ്ങനെ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു തിയറി പാർട്ട് പെട്ടെന്ന് ക്വാഡ്രാറ്റ് വെച്ച് എങ്ങനെയാണ് ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ക്വാഡ്രാറ്റ് വരയ്ക്കാം. 4 ക്വാഡ്രാറ്റ് ഉള്ള ഒരു റിസൾട്ട് ആണത്, ഗ്രാഫാണ്. 1. അപ്പം ഈ എക്സ്പെരിമെന്റിന് ഫ്ലൂറസെന്റ് ഡൈസ് നമ്മൾ ഉപയോഗിക്കും. ഫ്ലൂറസെന്റ് ഡൈസ് ഉപയോഗിച്ചാണ് ഈ എക്സ്പെരിമെന്റ് നമ്മൾ നടത്താറ്. അങ്ങനെയാണ് നമ്മൾ സെല്ലിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പം ഒരു കളർ ഡൈ ഇവിടെയും Y ആക്സിസിലും ഒന്ന് X ആക്സിസിലും. ഇവിടെ റെഡ് ആണെങ്കിൽ ഇവിടെ ബ്ലൂ കളർ ഡൈ ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ Y ആക്സിസിന്റെ പോസിറ്റീവ് സൈഡ് ഇതും, ഇത് നെഗറ്റീവ് ആണ്. X ആക്സിസിന്റെ നെഗറ്റീവ് സൈഡ് ഇതും പോസിറ്റീവ് സൈഡും ആണിത്. നമ്മൾ നേരത്തെ രാമചന്ദ്രൻ പ്ലോട്ട് കണ്ടപോലെ തന്നെ, 4 ക്വാഡ്രാറ്റ്സ് നേരത്തെ കണ്ടില്ല, അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും. അപ്പം ഇവിടെ 2 ഡൈയിന്റെയും പ്രസൻസ് എങ്ങനെയാണ്? നെഗറ്റീവ് ആണ്. ഈ ഒരു ക്വാഡ്രാറ്റിൽ 2 ഡൈയും നെഗറ്റീവ് ആണ്. എക്സിലുള്ളതും നെഗറ്റീവ് ആണ്, Y ഉള്ളതും നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ കൺട്രോൾ ആയിട്ട് കൂട്ടുക. കൺട്രോൾ ക്വാഡ്രാന്റ് ആണ് ഈ ഫസ്റ്റ് വൺ, രണ്ടും നെഗറ്റീവ് ആയത്. ദെൻ സെക്കൻഡ് വൺ, ഇവിടെ X പോസിറ്റീവ് ആണ്, നമ്മൾ ബ്ലൂ ആയിട്ടുള്ളത് പോസിറ്റീവ് ആണ്. പക്ഷെ Y ആക്സിലുള്ളത് നെഗറ്റീവ് ആണ്. Y ആക്സിസ് നെഗറ്റീവ് ആണ്. ഇവിടെയോ ഈ മൂന്നാമത്തെ ക്വാഡ്രാന്റില് രണ്ടും പോസിറ്റീവ് ആണ്. X ആക്സിസും Y ആക്സിസും പോസിറ്റീവ് വെച്ച് 2 ഡൈയും പ്രസന്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് വണ്ണില് X നെഗറ്റീവ് ആണ്, Y പോസിറ്റീവ് ആണ്. ഇങ്ങനെയാണ് സെല്ല് സോർട്ട് ചെയ്യുക. 2 ഡൈ നമ്മൾ കൊടുത്തു, ഒന്ന് X ആക്സിസിലും ഒന്ന് Y ആക്സിസിലും. അപ്പം ഈ ഒരു ക്വാഡ്രാന്റിൽ രണ്ടും നെഗറ്റീവ് ആണ്. ഇവിടെ X ആക്സിസിലുള്ള സാധനം പോസിറ്റീവും Y ആക്സിസ് ഉള്ള ഡൈ നെഗറ്റീവ് ആണ്. ഈ ക്വാഡ്രാന്റിൽ രണ്ടും പോസിറ്റീവ് ആണ്, രണ്ടെല്ലാം പ്രസൻസ് ഉണ്ട്. ഇവിടെയോ X ആക്സിസ് നെഗറ്റീവ് ആണ്, Y ആക്സിസ് പോസിറ്റീവ് ആണ്. ആക്സിസ് എന്ന് പറയുമ്പോൾ ഇവരുടെ നമ്മൾ കൊടുത്ത ഈ ആക്സിസ് കൊടുത്ത ഫ്ലൂറസെന്റ് ഡൈ പോസിറ്റീവ് ആണെന്ന് അർത്ഥം. ഇവിടെ X ആക്സിസ് കൊടുത്ത ഡൈ പോസിറ്റീവ് ആണ്. അപ്പം ഇവിടെ 2 ഡൈയും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കിടക്കാം.
A researcher was repeating a FACS experiment, but somehow got confused with the labeling of the tube. നമുക്കറിയാം ഒരുപാട് എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ട്യൂബ് ലേബൽ ചെയ്തൊക്കെ മാറിപ്പോവാം. അങ്ങനെ കൺഫ്യൂസ് സിസ്റ്റം ഉണ്ടായി. There are 4 tubes. 4 ട്യൂബ് ഉണ്ട്. One is control. വെച്ചിട്ട് സി ആണ് വിത്ത് നോ ഫ്ലൂറസെന്റ് ലേബൽ. ഒരു ഫ്ലൂറസെന്റ് ലേബൽ ചെയ്തിട്ടില്ല. കൺട്രോൾ ആണ്. അനദർ വൺ ഈസ് വൺ സ്റ്റാൻഡേർഡ്. ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് S1 വിത്ത് FITC ലേബൽ. ഫ്ലൂറസെന്റ് ഏതാണ്? FITC ലേബൽ. അത് എക്സ് എസ്എസിലാണ്. ഓക്കെ, ലേബലാണ്. രണ്ടാമത്തെ സ്ട്രാൻഡ് S2 ആണ്. അത് PE ലേബലാണ്. രണ്ടാമത്തെ ഡൈ PE ലേബലാണ്. പിന്നെ ലാസ്റ്റ് വൺ T വിച്ച് ഷുഡ് ബി പോസിറ്റീവ്. പിന്നെ FITC പോസിറ്റീവ് ആണ്. അപ്പൊ മനസ്സിലായല്ലോ. ഗിവൻ ബിലോ ദ റിസൾട്ട് ഓഫ് ദി ഫാക്സ് എക്സ്പെരിമെന്റ് വാട്ട് ഷുഡ് ബി ദ കറക്റ്റ് ലേബലിംഗ്. അപ്പൊ കറക്റ്റ് ലേബൽ ചെയ്ത ട്യൂബുകൾ ഏതാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ തിയറി ഉണ്ട്, അത് വെച്ച് അനലൈസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്? അപ്പൊ നമുക്ക് ഓരോന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് കൺട്രോൾ ആണെന്ന് പറഞ്ഞു. ഒന്ന് കൺട്രോൾ ആണ്. നമുക്കറിയാം കൺട്രോളിൽ എന്തായിരിക്കും? രണ്ടും വിത്ത് നോ ഫ്ലൂറസെന്റ് ലേബൽ എന്ന് പറയുമ്പോൾ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ള റീച്ച് ഏതാന്ന് ഞാൻ പറഞ്ഞ ഫസ്റ്റ് കോൺട്രാക്റ്റ് ആണ് ഇവിടെ. അതേതാണ് വന്നിരിക്കുന്നത്? ഡി ഏതാണ്? ഡിയിലല്ലേ രണ്ടും നെഗറ്റീവ്? ഇവിടെ രണ്ടും നെഗറ്റീവ് ആണ്. അപ്പൊ ഡി എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. അപ്പൊ ഡി സി കൺട്രോൾ. അപ്പൊ രണ്ട് ഓപ്ഷനിലുണ്ട്, ഡിയും സിയും കൺട്രോള്. ബാക്കി രണ്ടും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. അടുത്തത് S1 ആണ്. S1 പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിത്ത് FITC ലേബൽ ആണ് എന്ന് വെച്ചിട്ടുണ്ട്. FITC എക്സ് ആക്സിസിലാണ്. അപ്പം ഇവിടെ പോസിറ്റീവ് ആണ്, ബാക്കി നെഗറ്റീവ് ആണ്. അപ്പൊ ഏതൊക്കെയാണ്? രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലെ, എയും സിയും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? S1 എയും വരാം, സിയും വരാം. അപ്പൊ ഇവിടെ ഈ ഓപ്ഷനില് S1 ടി കൂടി കണ്ട് രണ്ട് ഓപ്ഷനിൽ നമുക്ക് ടി കാണാം. അപ്പൊ ടിയിൽ എന്തായിരുന്നു? FITC പോസിറ്റീവ് ആയിട്ടുള്ളതാണ് കാണുന്നത്. അപ്പൊ ടിയിൽ എന്താണ്? സി അല്ലെങ്കിൽ എ ആണ്. മനസ്സിലായല്ലോ. FITC പോസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് ചോദിക്കുക, അവിടുത്തെ സെല്ലാണ് ചോദിക്കുന്നത്. അപ്പം എയും സിയിലും FITC പോസിറ്റീവ് ആണ്, ബാക്കിയൊന്നും കാണിക്കുന്നില്ല. അപ്പം എയും സിയിലും S1 കാണിക്കാം. S1 FITC പോസിറ്റീവും ട്രീറ്റ്മെന്റിലും FITC പോസിറ്റീവ് ആണ്. അപ്പൊ ഡി ആണ് ആൻസർ. നമുക്ക് നോക്കാം. ഇനി ബി ആണ് നമുക്ക് S2 ഏതാണ് നമുക്ക് കിട്ടാതെ? S2 എന്ന് പറയുന്നത് PE ലേബൽ ആണ്. PE ലേബൽ ഏതാണ്? ചില ഇത് പോസിറ്റീവ് ആയിട്ടുള്ളത്. PE ലേബൽ ഏതാണ്? ബി ആണ്. അപ്പം ബി ആണ്, S2 ആണ്. നമുക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ കോൺടാക്ട്സ് നിന്ന് മനസ്സിലോർക്കണം. നെഗറ്റീവും പോസിറ്റീവ് അടയാളപ്പെടുത്താം. ഇവിടെ കൊടുത്ത രണ്ട് ഡൈ ഉണ്ടാവും. ആ രണ്ട് ഡൈയും പോസിറ്റീവ് നെഗറ്റീവ് ആണോ? എവിടെയാണ് രണ്ടും നെഗറ്റീവ്, എവിടെയാണ് ഇവിടെ രണ്ടും പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് ഒന്ന് മൈനസ് ആവുന്നത് എവിടെയാണെന്ന് നോക്കി ക്വസ്റ്റ്യൻ അനാലിസിസ്. വളരെ നമുക്ക് കണ്ട ബുദ്ധിമുട്ടാണ് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ മനസ്സിലായി കരുതുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ജെനറ്റിക്സ് എന്നാണ്. A panel of 6 hybrid cell lines, each containing a different subset of human chromosome, was examined for the presence of gene product as shown below. അപ്പോൾ നമുക്ക് സെൽ ലൈൻ തന്നിട്ടുണ്ട്, ഒരു 6 സെൽ ലൈൻ ഉണ്ട്, ഒരു ജീൻ പ്രൊഡക്റ്റും ഉണ്ട്, ഹ്യൂമൻ ക്രോമസോമിന്റെ സബ്സെറ്റും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് the gene which codes for the given gene product is located on which chromosome. തന്നിരിക്കുന്ന ക്രോമസോമിൽ ഏതിലാണ് ഈ ഒരു ജീൻ പ്രൊഡക്റ്റ്, ഇവിടെ തന്നിരിക്കുന്ന ജീൻ പ്രൊഡക്റ്റ് പ്രസന്റ് ആയിട്ടുള്ള ജീൻ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ജീൻ ഏത് ക്രോമസോമിലാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതാണ് ജീൻ പ്രൊഡക്റ്റ്. 3 പോസിറ്റീവ്, നെഗറ്റീവ് ആയിട്ടുള്ള കാണിക്കുന്നത് പ്രസൻസ് ഇല്ലാത്തതാണ്. ഈ ഒരു 3 പോസിറ്റീവ് ആണ് ഈ ജീൻ പ്രൊഡക്റ്റിൽ നമുക്ക് സെൽ ലൈനിൽ കാണിക്കുന്നത്, എയിലും ബിയിലും എഫിലും. അപ്പം ഈ ഹ്യൂമൻ ക്രോമസോമിൽ ഏത് ക്രോമസോമിലാണ് ഈ ജീൻ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഈ പോസിറ്റീവും നെഗറ്റീവും കാണാൻ നമുക്ക് ഇവിടെ
പോസിറ്റീവും നെഗറ്റീവും ഈ ഒരു 10 സബ്സെറ്റിൽ പല ഭാഗത്തായിട്ട് കാണാം. ഇനി ഓരോന്നും പരിശോധിച്ച് നമുക്ക് നോക്കാം ഈ ജീൻ പ്രൊഡക്റ്റ് ഏതിലാണ് കംപ്ലീറ്റ്ലി ഉള്ളതെന്ന്. അപ്പം ഫസ്റ്റ് കാണിക്കുന്ന 1 കാണിക്കുന്ന ഒരു പോസിറ്റീവ് ഉണ്ട്, പക്ഷെ സെക്കൻഡ് പോസിറ്റീവ് ഇല്ല. അപ്പം 1 അല്ല. 2 നോക്ക്, 2 ഇതുപോലെ 2 ഒരു പോസിറ്റീവ് ഉണ്ട്, രണ്ടാമത്തെ പോസിറ്റീവ് ഇല്ല, പക്ഷെ വേറെ കുറെ പോസിറ്റീവുകളും ഉണ്ട്. വേറെ കുറെ ജീൻ പ്രൊഡക്റ്റ് ആണ് അവിടെ പ്രശ്നം. ഇവിടെ ഇതൊക്കെ നെഗറ്റീവ് ആണ്. അപ്പം ഇതുമല്ല. അപ്പൊ മൂന്നാമത്തെ നോക്ക്, മൂന്നാമത്തതും അല്ല. ഈ ഒരു പോസിറ്റീവ് ഇവിടെ ഇല്ല, ഇവിടെ നെഗറ്റീവ് ആണ് താനും. നാലാമത്തെ നോക്ക്, പോസിറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ഉണ്ട്, അത് നെഗറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ പോസിറ്റീവ് ആണ്. നാലാമത്തെ ക്രോമസോമിൽ പ്രസന്റ് ആണ്. ഇനി ബാക്കിയുള്ളവർ നോക്കാം. അഞ്ചാമത്തേലില്ല, ഇതെവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ അങ്ങോട്ടില്ല. ഫസ്റ്റ് വൺ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഓപ്ഷൻ നമുക്ക് നോക്കാം. ക്രോമസോം 3, 4 or 5, ക്രോമസോം 3, ക്രോമസോം 3 or 4, ക്രോമസോം 4. അറിയാം ഈ ക്രോമസോം 3ഉം 4ഉം 3ഉം 5ഉം ഒക്കെ നമ്മൾ ഒഴിവാക്കിയതാണ്. 4ൽ മാത്രമേ നമുക്ക് ഈ ജീൻ പ്രൊഡക്റ്റിന്റെ ജീൻ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം ആൻസർ ക്രോമസോം 4 ആണ്. അപ്പൊ കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. താങ്ക് യു ഫോർ ദ പേഷ്യന്റ് ലിസണിങ്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും അവിടെയുള്ള പോയിന്റ്സ് റിക്കളക്ട് ചെയ്ത് റിവിഷൻ നടത്തുക. അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം.